ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നൊരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ എന്താ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഫസ്റ്റേ കാണിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മളിത് വേവിച്ചെടുക്കാനുണ്ടേ. നമ്മളൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങ് മാത്രമല്ല, സീക്രട്ട് എല്ലാം പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോയാലോ? അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു പകുതി സവാളയാണ് എടുത്തേക്കുന്നത്, കുറച്ച് മതി. അപ്പോൾ ഞാനിതൊരു ബീഫ് വിത്ത് വെജിറ്റബിൾ അങ്ങനെയാണ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ, ഒരു ചെറിയ ബീട്രൂട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾക്ക് ബീഫ് വേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ബീഫുണ്ടല്ലോ, അത് വന്നിട്ട് കുറച്ച് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. അതാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അതാകുമ്പോൾ ഒത്തിരി വേവിക്കുകയും വേണ്ട. ഇതിലേക്കിട്ട് നമ്മൾ മിക്സാക്കുമ്പോഴത്തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പം നമ്മളിവിടെ സവാളയുടെ കൂട്ടത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒത്തിരി വഴളാനായിട്ട് ആവശ്യമില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് ആ ബീട്രൂട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞത്, കുഞ്ഞു പീസായിട്ട് അരിഞ്ഞതാണേ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നേരത്തെ ഞാനൊരു ഉരുളക്കിഴങ്ങ് കാണിച്ചില്ലേ, അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനപ്പുറത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് പിന്നീട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ബീട്രൂട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനിയിപ്പം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ബീഫല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലയും കൂടെ ചേർക്കണം. അപ്പോൾ ഞാനിതിലേക്ക് എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂണ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത്രയും ഇതിട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷത്തോടെയും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ഈ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് തോന്നും. ഈസിയുമാണ്, വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം പലഹാരമായിട്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫുഡിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. നല്ല അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ. നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ വിചാരിക്കുമായിരിക്കും എപ്പോഴും ഇത് പറയുന്നല്ലോ എന്ന് വിചാരിക്കും. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് പച്ചമുളകെല്ലാം മാറിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ബീഫ്, അത് പൊടിയായിട്ട് ഉള്ളതാണ് ഇവിടെ. അത് നമ്മൾ ബീഫ് മേടിച്ചിട്ട് കുറച്ച് എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ കൂട്ടത്തിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴത്തേക്കും അത് വെന്ത് കിട്ടും കേട്ടോ. കുഞ്ഞായിരിക്കുമല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ആ വഴറ്റിയെടുത്ത എല്ലാ സാധനങ്ങളും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അത് നന്നായിട്ട് മിക്സാക്കി എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി വയ്ക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അത് മുക്കി എടുക്കാനായിട്ട് മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡിൻ്റെ പൊടി. അപ്പോൾ ഞാൻ എടുക്കുന്ന പൊടി നിങ്ങൾക്കറിയാം, ഈ ഒരു പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം
അതുണ്ടാക്കാം നമുക്ക്. അതിനായിട്ട് ഒരു വലിയ പാൻ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനാണ്. അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇവിടെ വെളിച്ചെണ്ണ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഭയങ്കര കാശാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്താൽ ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ എണ്ണ അവിടെ ചൂടായി വരുമ്പോഴത്തേക്കും ഓരോരോ പീസായിട്ട് എടുത്തിട്ട് ഫസ്റ്റ് മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡിൻ്റെ ആ പൊടിയിലേക്ക് മുക്കി നന്നായിട്ട് എല്ലാ വശത്തും എത്തത്തക്ക രീതിയിൽ മുക്കിയെടുക്കുക. പൊതിഞ്ഞെടുത്തിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇനിയിപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം ഇട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റത്തത് ഇതുപോലെ മുരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് മറിച്ചിട്ട് വരുമ്പോഴത്തേക്കും എല്ലാ ഭാഗത്തും വെന്തിട്ടുണ്ടാവും, രണ്ട് വശത്തും. അപ്പോൾ പിന്നെ നമുക്കത് എടുത്ത് മാറ്റാം. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. എനിക്ക് ഇച്ചിരി മുരിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം, അതാണ് ഞാൻ ഇത്രയ്ക്ക് ഇതായിട്ട് എടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുറിച്ചെടുത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ഇത് വേവിച്ചല്ലോ. അപ്പം പുറത്ത് മാത്രം നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല എല്ലാം വെന്തിട്ടും നല്ല സൂപ്പർ ടേസ്റ്റിലൊരു ബീഫ് ബീട്രൂട്ട് കട്ട്ലറ്റാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതെല്ലാം കൂടെ ഇനിയിപ്പോൾ ഒരു പാത്രത്തിൽ, ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് എല്ലാം എടുത്ത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാലോ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്, അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങളത് രേഖപ്പെടുത്തണം. അപ്പോൾ ആ കമൻറ്റ് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ എനിക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാനും പ്രചോദനമാകും. കൂടുതൽ വീഡിയോസ്, നല്ല വീഡിയോസായിട്ടൊക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നോക്കൂ, ഞാനതെല്ലാം എടുത്തു വെച്ചു. ഇപ്പോൾ ഞാനതിനെ കുറച്ച് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാം. അടിപൊളി, കണ്ടോ, അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല, നിങ്ങളത് ഉണ്ടാക്കി നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കത് അനുഭവിച്ച് തന്നെ അറിയാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, വളരെ ടേസ്റ്റിയും ഹെൽത്തിയാണ്. നമ്മളതിൽ വെജിറ്റബിളും ഉണ്ട്. പിന്നെ ഓവറായിട്ട് ബീഫ് വേണ്ട, കുറച്ച് മതിയല്ലോ. നമ്മൾ മേടിക്കുന്നതിന് കുറച്ച് മാറ്റി വെച്ചാൽ മതി. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, അത്രയല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ സൂപ്പർ ഒരു കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുതിയ വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് യുവർ വാല്യുബിൾ സപ്പോർട്ട്.